ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ബോൺലെസ് ആക്കിയൊന്നും അല്ല എടുത്തിരിക്കുന്നത്, ഫുൾ ചിക്കൻ തന്നെയാണിത്. ഈ ചിക്കനിലേക്ക് ചേർക്കാനായിട്ട് 3 പച്ചമുളക് അരിഞ്ഞത്, 15 വറ്റൽമുളക്, ഇതൊന്നും ഞാൻ ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഇതുപോലെ തരിയോട് കൂടി വേണം പൊടിക്കാനായിട്ട്. 1/2 കപ്പ് ചെറിയുള്ളി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതും ചതച്ചെടുത്താണ് നന്നായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് വെള്ളം, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യമേ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കനിലേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടി. നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ആ വെള്ളമൊക്കെ കളയണം നന്നായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീരൊക്കെ ചേർത്ത് നമ്മൾ മസാല പുരട്ടി വെക്കുമ്പോഴേക്കും അതങ്ങ് വെള്ളമായി പോകും അടിയിലേക്ക്. ഈ കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വരട്ടി വെക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്തത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെക്കണം. അല്ല ഫ്രിഡ്ജിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പം അതിൽ അജിനോമോട്ടോ ചേർത്തായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു പാർട്ടികൾക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ മാരിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ അജിനോമോട്ടോ കൂടി ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ ജിഞ്ചർ ചിക്കൻ കഴിക്കുമ്പം അതിൽ അജിനോമോട്ടോ കൂടി ചേർത്താണ് അവരുണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനിപ്പോൾ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയോട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഫ്രൈ ചെയ്ത് മുഴുവൻ എണ്ണയുടെ ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചാൽ മതി. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. ഇതിലേക്ക് ഈ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഒന്ന് ചേർത്ത് വഴന്നു വരണം നന്നായിട്ട്. ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വറ്റൽമുളക് പൊടിച്ചതും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഈ വറ്റൽമുളകിന് ഒരുപാട് എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 15 മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എരിവോ അല്ലെങ്കിൽ കുറവായിട്ടോ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലോർ പൗഡർ ഉണ്ടായിരുന്നു 2 ടീസ്പൂണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ ചൂടായിരിക്കുന്ന മസാലയ്ക്ക് ഈ കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതെല്ലാം കൂടി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഈ മസാലകൾക്കുള്ള ഉപ്പൊന്ന് പിടിക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. മൊത്തത്തിലൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? ക്രഷ്ഡ് ചില്ലിയും ആ ജിഞ്ചറും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുറച്ച് സ്പൈസിയാണ്, കാരണം ആ 15 വറ്റൽമുളകും പച്ചമുളകും കുരുമുളക് പൊടി എല്ലാം കൂടി ചേർന്നത് കൊണ്ട് കുറച്ച് സ്പൈസി ഇതായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.